എല്ലാവർക്കും മാഹി മലയാളി @284 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുക കേട്ടോ. കുറേ തിരക്കുകളായിരുന്നു, പിന്നെ ഇടയ്ക്ക് ഫോണിന് കംപ്ലൈൻ്റ് ആയി, അപ്പോൾ ഫോൺ മാറ്റി. അങ്ങനെയൊക്കെയാണ് ഇപ്പം വീണ്ടും വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ എൻ്റെ കോലം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏതെങ്കിലും ഒരു അമ്പലത്തിലാണുള്ളതെന്ന്. ഞാനിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ കുറേ ഇടയ്ക്ക് ഒരു വർഷത്തിലൊരു 4 തവണയൊക്കെ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, 4-5 തവണയൊക്കെ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നമ്മുടെ ഈ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറ്റാറില്ല. എന്നാലും മുടങ്ങാതെ ഒരു വർഷത്തിൽ 2 തവണ മാക്സിമം വരാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും അത് സാധിക്കാറുമുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ചിട്ട് പറയാനല്ല ഒരു വീഡിയോ എടുത്തത്. എനിക്ക് വേറൊരു അമ്പലത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രം, ഗുരുവായൂരിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ കേട്ടു, എൻ്റെ ഒരു അധ്യാപകനുണ്ടായിരുന്നു പ്രജീഷേട്ടൻ്റെ വൈഫ് പറഞ്ഞ്, ഇന്നലെ പറഞ്ഞു അപ്പോൾ എനിക്ക് 1-2 വഴിപാട് ചെയ്യണം, ശിവഭഗവാൻ 1-2 വഴിപാട് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ചൊവ്വല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് ചൊവ്വല്ലൂർ പോകാമെന്ന് വിചാരിച്ചു. ചൊവ്വല്ലൂർ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണെന്ന് കേട്ടിട്ടുണ്ട്. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട അമ്പലമാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ശിവഭഗവാൻ കുടുംബസമേതം സാന്നിധ്യം അറിയിച്ച ഒരു അമ്പലമാണെന്നും, സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലമാണെന്നും, വിവാഹം കഴിയാത്തവർക്കും മറ്റ് തടസ്സങ്ങളുള്ളവർക്കൊക്കെ പ്രത്യേക വിശേഷാൽ പൂജകൾ നടത്തുന്ന ഒരു അമ്പലമാണെന്നും അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ നവഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ട്, സർപ്പങ്ങൾ, വാസുകി ഉൾപ്പെടെയുള്ള സർപ്പങ്ങളുടെയും നാഗയക്ഷിയിലൊക്കെ സാന്നിധ്യമുള്ള ഒരു അമ്പലമാണെന്നൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ശിവന്റെ ചില അവതാരങ്ങളുടെ സാന്നിധ്യം, ഹനുമാൻ ഉൾപ്പെടെയുള്ള ചില അവതാരങ്ങളുടെ സാന്നിധ്യം ഉള്ളൊരു അമ്പലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചൊവ്വല്ലൂർ പോണം എന്ന് വർഷങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാനിന്ന് എന്ത് ചെയ്യാണ്, ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ വഴിപാടുകൾ എന്താണെന്നും അവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് മാഹി മലയാളി @284 യൂട്യൂബ് ചാനൽ. എല്ലാവരും ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സത്യത്തിൽ ഞാൻ വെള്ളിയാഴ്ചയാണ് ഗുരുവായൂർ വന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ഗുരുവായൂർ തൊഴുതെങ്കിലും ശനിയാഴ്ച രാവിലെ ഒരു ചാൻസിന് വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പം ക്യൂവിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ എന്തൊക്കെയോ വിശേഷാൽ പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ 5 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് എനിക്ക് അവിടെ നിന്ന് ദർശനം കിട്ടിയത് രാവിലത്തെ. അതുകൊണ്ട് തന്നെ ചൊവ്വല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് രാവിലെ 10:30 കഴിഞ്ഞു. 10:30ക്ക് ശേഷം അവിടെ വഴിപാടില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗുരുവായൂർ തന്നെ തമ്പടിച്ചു. വീണ്ടും ഗുരുവായൂർ തന്നെ തമ്പടിച്ചതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ഓട്ടോ പിടിച്ചിട്ട് ചൊവ്വല്ലൂർ വരെ ഒന്ന് ചെന്ന് നോക്കി. അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷാൽ പൂജകളൊക്കെ പോയി. അവിടുത്തെ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു, ഒരു മനോജ് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് അവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ ഇതായിട്ട് വൈകിട്ട് നേരത്തെ വരാമെന്ന് പറഞ്ഞു. ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്ക് വരാമെന്ന്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു അമ്പലം, ഒരുപാട് ഉപദേവതകളും ഒക്കെയുള്ള ആരാധനകളും വഴിപാടുകളും ഒക്കെയുള്ള ഒരു അമ്പലമാണ്. മസ്റ്റ് വാച്ചാണ്. നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് കാണണം എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയൊരു അമ്പലമാണ്. അങ്ങനെ ഞാൻ നേരെ തിരിച്ച് വന്ന് കുളിച്ച് മാറ്റിയിട്ട് അമ്പലത്തിൽ പോകാനൊക്കെയുള്ള പ്ലാനായിരുന്നു. ഒരു 5:30ക്ക് ശേഷം ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് എൻ്റെ എല്ലാ പ്ലാനും തകർത്തിട്ട് മഴ തകർത്തങ്ങ് പെയ്തു. മഴ തകർത്ത് പെയ്തു. പിന്നെ ഞാൻ വിചാരിച്ച പോലെ മൂവായില്ല. ബസ്സിന് കാത്തു. പടിഞ്ഞാറേ നടയിൽ നിന്നാണ് ബസ്സെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്നപ്പോഴാണ് അവർ പറഞ്ഞതല്ല, പിന്നെ കിഴക്ക് പോയിട്ട് അവിടെ ആ സൈഡിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാണ് തൃശ്ശൂർ പോകുന്ന വണ്ടിയിലേക്ക് കയറിയിട്ടാണ് അവിടുത്തെ സ്റ്റോപ്പിലേക്ക് ഇറങ്ങേണ്ടതെന്നൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ കുറേ സമയം വേസ്റ്റായി. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറേ സമയം വേസ്റ്റായിട്ട് ഞാൻ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി അമ്പലത്തിലെത്തുമ്പോൾ. ഇത് 7 മണി സമയമാണ്. പക്ഷേ എൻ്റെ ഫോണ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഒരു വഴി ഉണ്ടായിരുന്നു. അവിടെ ബസ് ഇറങ്ങി അവിടുന്ന് ഞാൻ നേരെ പോവാണ്. ഗുരുവായൂരിന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അവിടെ.
അങ്ങനെ ആ ഇടവഴിയിലൂടെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അമ്പലത്തിൻ്റെ ഒരു പിറകു വശം വഴിയാണ് അമ്പലത്തിലേക്ക് കയറിയത്. അപ്പോഴേക്കും നല്ല ഇരുട്ടായി. പിന്നെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വഴിപാട് നോക്കുമ്പോൾ അവിടെ ഇപ്പം പുഷ്പാഞ്ജലി മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഞാൻ മുറിച്ച് വെച്ചു. എനിക്ക് ചെയ്യാനുള്ള കുറച്ച് പൂജകളൊക്കെ ഞാൻ മുറിച്ച് വെച്ചതിന് ശേഷം ഞാൻ അമ്പലത്തിൽ തൊഴാൻ കയറി. അമ്പലത്തിൽ അവിടെ ആ സമയത്ത് പിന്നെ ഒരു വിവാഹ പൂജ നടക്കുകയായിരുന്നു, ഒരു ഉമാമഹേശ്വര പൂജ നടക്കുകയായിരുന്നു ഒരു ടീമിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അവിടെ അതൊക്കെ രാത്രിയാണ്, 8 മണി വരെ അവിടെ പൂജയുണ്ട്. ഞാനവിടെ കയറി. അമ്പലം ഇതാണ് കേട്ടോ, അമ്പലമൊക്കെ അത്യാവശ്യം ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത്. മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ആവുന്നത് പോലെ, എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തെടുത്ത് പിന്നെ അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ, ഒരുപാടൊന്നും പറ്റിയില്ല. പിന്നെ ഷൂട്ടും ചെയ്തു. അവിടെയുള്ള ഉള്ളിൽ കയറി അവിടുത്തെ പൂജകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പുഷ്പാർച്ചനയൊക്കെ അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ച്. ഇതൊക്കെ പുറത്തുള്ള അമ്പലങ്ങളാട്ടോ. പുറത്ത് പിന്നെ ഗണപതി, ശ്രീകൃഷ്ണൻ, പിന്നെ നവഗ്രഹങ്ങൾ ഒക്കെ പുറത്തുണ്ട്. പിന്നെ ഉള്ളിൽ ശിവൻ, പാർവതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, അവിടെയും ഗണപതി ഉണ്ട്. പിന്നെ സപ്തമാത, നമ്മുടെ വരാഹി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചാമുണ്ഡി വരാഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, വൈഷ്ണവി, അങ്ങനെയുള്ള സപ്തമാതാക്കൾ അതുണ്ട്. പിന്നെ പിതൃക്കളുടെ ഉണ്ട്, പിന്നെ ഹനുമാനുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് ശിവൻ എന്ന് പറയുന്ന ദേവനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഉപദേവതകളുള്ള ഒരു അമ്പലമായിരുന്നു. അവിടുത്തെ പ്രസാദങ്ങൾ എനിക്കിന്ന് വഴിപാട് കഴിച്ചതിൽ വെറും ചന്ദനം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അവർ വരുമ്പോൾ സ്നേഹത്തോട്, നല്ല മനുഷ്യരായിരുന്നു അവിടെ ഉള്ളത്. അവിടുത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അമ്പലം. ചുരുക്കി പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്താൻ വരുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ വന്ന് പോയി തൊഴാൻ പറ്റുന്ന അത്രയും ചൈതന്യമുള്ളൊരു അമ്പലമാണ് ചോല്ലൂർ ക്ഷേത്രം, ശിവക്ഷേത്രം. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വരാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ഇൻഫർമേഷൻ. ഞാൻ കണ്ടൊരു അനുഭവമാണ്. ഇത് പെയ്ഡൊന്നും അല്ല കേട്ടോ, എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.